ബ്രെയിൻ റോട്ട് കോണ്ടന്റ് കാണുന്ന ഇന്നത്തെ ഓഡിയൻസ് കാണുന്നത് എന്താണെന്ന് നോക്കി അത് പ്രൊവൈഡ് ചെയ്യുക എന്ന നിലയിലേക്കാണ് OTT പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ പോകുന്നത്. ഇന്റർനെറ്റിൽ ട്രോൾ ചെയ്യപ്പെട്ടാലും നാദാനിയ, റോയൽസ് മുതലായ സീരീസുകൾക്കൊക്കെ കിട്ടുന്ന വ്യൂസ് നിലവാരമുള്ള പല സൃഷ്ടികൾക്കും കിട്ടുന്നതിൻ്റെ 10 മടങ്ങാണ്. ആംബിയൻ വ്യൂയിങ് എന്ന പരിപാടിക്ക് ഉതകുന്ന സീരീസുകളിലേക്ക് പ്ലാറ്റ്ഫോമുകൾ പോകുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ തോണ്ടിയിരുന്നാലും കഥയൊന്നും മിസ്സാകാൻ സാധ്യതയില്ലാത്ത തരം കോണ്ടന്റുകൾ. സീരിയലിന് സമാനമായ രീതിയിലുള്ള ഒരുപാട് എപ്പിസോഡുകളുള്ള OTT സീരീസുകൾ ഇപ്പോൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. TV+ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ പരിപാടി ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സബ്സ്ക്രിപ്ഷൻ റേറ്റുകൾ ഉയരുകയും അതിനൊത്ത കോണ്ടന്റുകൾ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ആളുകൾ സ്വാഭാവികമായും ടെലിഗ്രാം പോലെയുള്ള മാർഗങ്ങളിലേക്ക് കടക്കും. 2008 AMC നെറ്റ്വർക്കിൽ വന്ന ബ്രേക്കിംഗ് ബാഡ് സീരീസിന് 2011 മുതൽ ലോകമാകെ ഫാൻ ബേസ് ഉണ്ടാകുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ അന്നത്തെ നെറ്റ്ഫ്ലിക്സിന് കാര്യമായ പങ്കുണ്ട്. അതുപോലെ തന്നെ 22 എപ്പിസോഡായി എഡിറ്റ് ചെയ്ത് സ്പാനിഷ് സീരീസായ ലേ കാസ ഡെ പാപ്പയിൽ മണി ഹൈസ്റ്റാക്കി ലോകമാകെ പോപ്പുലർ ആക്കിയതും നെറ്റ്ഫ്ലിക്സ് ആണ്. നല്ലതിനെ തപ്പിപ്പിടിച്ച് പൊക്കിക്കൊണ്ടുവരുന്ന പാരമ്പര്യം ഉണ്ടായിരുന്ന OTTകൾ എമിലി ഇൻ പാരീസും കോൾ മീ ബേയും ഒക്കെയാണ് പുതുക്കാൻ പോകുന്നതെങ്കിൽ സബ്സ്ക്രൈബർ ബേസ് അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.